My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 177ാമത്തെ എപ്പിസോഡിൽ ലാക്കസിസ് എന്ന അധ്യായത്തിൻ്റെ 6ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് ലാക്കസിസിൻ്റെ വളരെ സവിശേഷമായ സെൻസിറ്റിവിറ്റിയെക്കുറിച്ചാണ് കെന്റ് വിശദീകരിക്കുന്നത്. സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റീവായിട്ടുള്ള നിരവധി ഔഷധങ്ങൾ ഹോമിയോപ്പതിയിലുണ്ട്. നമ്മൾ പലതും ഇതിനകം കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇതിൻ്റെ സെൻസിറ്റീവ്നെസ് വളരെ ടിപ്പിക്കലാണ്. വസ്ത്രം നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതുമായിട്ട് അല്ലെങ്കിൽ മൃദുവായ സ്പർശനങ്ങൾ, അതുകൊണ്ടുള്ള സെൻസിറ്റിവിറ്റി. എന്നാൽ കൂടുതൽ അമരുമ്പോൾ അത് പ്രശ്നമല്ല. പക്ഷേ ചെറിയ വെറും മിയർ ടച്ചിങ് കൊണ്ടുള്ള ആ ഒരു പ്രഷർ, അതിനോട് ബോഡി വളരെയധികം സെൻസിറ്റീവാണ്. അതേപോലെ വല്ലാതെ കോൾഡ്നെസ്, അങ്ങനെയുള്ള അവസ്ഥകൾ. അത്തരം കാര്യങ്ങളെക്കുറിച്ച് കെന്റ് വിശദീകരിക്കുന്നുണ്ട്. ലാക്കസിസിനെ പലപ്പോഴും ശ്രദ്ധേയമാക്കുന്ന ചില കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. നമുക്ക് അവയിലേക്ക് പ്രവേശിക്കാം. ഇൻ ദ ടെക്സ്റ്റ് വി ഫൈൻഡ് വെയ്റ്റ് ആൻഡ് പ്രഷർ ആസ് എ സ്ട്രോങ് ഫീച്ചർ ഓഫ് ദ ലാക്കസ് ഹെഡ് സിംറ്റം. ലാക്കസിൻ്റെ തലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങളിൽ ഭാരം, മർദ്ദം എന്നിവ വളരെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങളായിട്ട് മെറ്റീരിയൽ മെഡിക്കയിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ഓൾമോസ്റ്റ് എനി കംപ്ലൈൻറ്റ് ഓഫ് ദ ബോഡി വിത്ത് ടൈഫോയിഡ്സ് അറ്റ് ദ മെൻസ്ട്രൽ പീരീഡ് ഡ്യൂറിംഗ് ദ കൺജസ്റ്റീവ് ചിൽ, ഇറ്റ് സീംസ് ദാറ്റ് ദ ബോഡി ബിക്കംസ് കോൾഡ്, ദ എക്സ്ട്രീമിറ്റീസ് ബിക്കം കോൾഡ്, ദ നീസ് ആർ കോൾഡ് ആൻഡ് ഫീറ്റ് ആർ കോൾഡ് ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കീപ് ദം വാം. അപ്പോൾ മറ്റൊരു ലക്ഷണം, ശരീരമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ കംപ്ലൈൻസിലും, അതായത് ടൈഫോയിഡിൽ, കൺജസ്റ്റീവ് ചിൽ കണ്ടീഷനിൽ, മെൻസ്ട്രൽ പീരീഡിൽ പോലും ശരീരം വല്ലാതെ തണുക്കുന്നു, ബിക്കംസ് കോൾഡ്, തണുത്തതായി തീരുന്നു. എക്സ്ട്രീമിറ്റീസ് തണുത്തതായി തീരുന്നു. കാൽമുട്ടുകൾ, കാൽപാദങ്ങൾ ഒക്കെ തണുക്കുന്നു. അതിനെ മാത്രമല്ല, അതിനെ ചൂടാക്കി നിലനിർത്തുക അസാധ്യം. ചൂടാക്കി നിർത്താൻ പല മാർഗങ്ങളിൽ, ചൂട് കൊടുക്കുക, പുതക്കുക, അങ്ങനെ. ചൂടാക്കി നിർത്തുക അസാധ്യം. വൈൽ ദ ഫേസ് ഇസ് പേർപ്പിൾ ആൻഡ് മോട്ടിൽഡ്. ഇതേസമയം മുഖം ആകെ ചുവന്ന് അല്ലെങ്കിൽ നീലിച്ച് പുള്ളിക്കുത്തുകൾ വീണ് വിവർണമായി എന്ന് പറയുന്നൊരവസ്ഥ. ദ ഐസ് ആർ പ്രൊട്രൂഡിങ് ആൻഡ് എൻഗോർജ്ഡ് ആൻഡ് ദിസ് ഓഫുൾ പെയിൻ ഇൻ ദ ഹെഡ് with a tendency to become unconscious, incoherent speech, difficulty of articulation and finally actual unconsciousness. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മുഖം വിവർണമാണ്, കണ്ണുകൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വന്നിരിക്കുന്നു, വെള്ളം നിറഞ്ഞിരിക്കുന്നു, തലയിൽ വല്ലാത്തൊരു വേദന, ഒരു അബോധാവസ്ഥ വരാനുള്ളൊരു ടെൻഡൻസി, ഒരു പ്രവണത. അങ്ങനെയാണ് ഇൻകോഹറന്റ് സ്പീച്ച്, പരസ്പരബന്ധമില്ലാത്ത സംസാരം, കാര്യങ്ങൾ മനസ്സിലാക്കാനും പറഞ്ഞു ഫലിപ്പിക്കാനുമുള്ള പ്രയാസം. അവസാനം ആ ടെൻഡൻസി മാറിയിട്ട് ശരിക്കും അബോധാവസ്ഥയും വരുന്നു. റിലേഷൻസ് ദ ഹെഡ് സിംറ്റംസ് ആൻഡ് മൈൻഡ് സിംറ്റംസ് ആൻഡ് ദ സെൻസോറിയം ഇൻ ജനറൽ, ദ ഓവർ സെൻസിറ്റീവ്നെസ് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ലാക്കസിസ് ഓട്ട് ടു ബി മെൻഷൻഡ്. അപ്പോൾ മാനസികമായിട്ടും സെൻസോറിയുമായിട്ട് ബന്ധപ്പെട്ട, തലയുമായിട്ട് ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള അവസ്ഥകളെല്ലാം ഒരു ഓവർ സെൻസിറ്റീവ്നെസ് ലാക്കസിൻ്റെ കാര്യത്തിൽ പറയേണ്ടതുണ്ട്. അത്രയ്ക്ക് ശ്രദ്ധേയമാണ്. ദിസ് സിംറ്റംസ് ബിക്കം വെരി ഇൻറ്റൻസ്. ഹിസ് സിംറ്റംസ് ബിക്കം വെരി ഇൻറ്റൻസ്. ഈ ഓവർ സെൻസിറ്റീവ്സ് കൊണ്ട് ഇയാളുടെ ലക്ഷണങ്ങൾ വല്ലാതെ രൂക്ഷമാകുന്നു. ദ വിഷൻ ബിക്കംസ് വെരി ഇൻറ്റൻസ്. കാഴ്ച വളരെ അക്യൂട്ടായിട്ട്, വളരെ സാമാന്യത്തിൽ കവിഞ്ഞ കാഴ്ച. ഹിയറിംഗ് ബിക്കം ഇൻറ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മതിലിലൂടെ ഒരു പ്രാണി ഇഴഞ്ഞു പോകുന്നത് പോലും കേൾക്കും. ദ സെൻസ് ഓഫ് ടച്ച് ഈസ് എസ്പെഷ്യലി ഈസ് ഓവർറോഡ്. ഈ സംവേദനങ്ങളിൽ കാഴ്ച, കേൾവി ഒക്കെ ഉണ്ടെങ്കിൽ പോലും സ്പർശനമായിട്ടുള്ളതാണ് വല്ലാതെ രൂക്ഷമാകുന്നു, അല്ല വഷളാകുന്നത്. ദ ടച്ച് ഓഫ് ദ ക്ലോത്തിങ് ബിക്കംസ് വെരി പെയിൻഫുൾ. വസ്ത്രത്തിൻ്റെ സ്പർശനം വല്ലാതെ വേദനാജനകമായി തീരുന്നു, വേദന ഉണ്ടാക്കുന്നു. വൈൽ ഹാർഡ് പ്രഷർ മേ ബി എഗ്രീബിൾ. പക്ഷേ വളരെ അമർത്തിയുള്ളൊരു പ്രഷറാണെങ്കിൽ, ഇപ്പോൾ മുണ്ട് മുറുക്കി കൊടുത്താൽ
അരയിൽ ബെൽറ്റ് മുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് മേ ബി ചിലപ്പോൾ അയാൾക്ക് സഹിക്കാം. അപ്പോൾ മുറുക്കി കൊടുക്കുന്നത് സഹിക്കാം എന്നുള്ളത് കൊണ്ട് അയാൾ ലാക്ടോസ്പിറേഷൻ അല്ലാതായിട്ട് മാറുന്നില്ല. പക്ഷെ പൊതുവെ ചെറിയ ഒരു വസ്ത്രത്തിൻ്റെ സ്പർശനം പോലുള്ള സോഫ്റ്റ് പ്രഷറാണ് വളരെ പെയിൻഫുള്ളായിട്ട് വരുന്നത്, അയാൾക്ക് വളരെ സെൻസിറ്റീവ് ആകുന്നത്. ഓവർ സെൻസിറ്റീവ് നോയ്സ്, ശബ്ദത്തോട് ഓവർ സെൻസിറ്റീവ് ആണ്. ഓവർ സെൻസിറ്റീവ് മോഷൻ ഇൻ ദ റൂം, മുറിയിലെ ചലനങ്ങളോട് വല്ലാതെ സംവേദനക്ഷമതയുണ്ട്. ടു കോൺവെർസേഷൻ, സംഭാഷണങ്ങളോട് ആ ഒരു ഓവർ സെൻസിറ്റീവ്നെസ് ഉണ്ട്. ടു അതേഴ്സ് വാക്കിംഗ് ഓവർ ദ ഫ്ലോർ, മുറിയിൽ മറ്റുള്ളവർ നടക്കുമ്പോൾ വളരെ നിസ്സാരമായ ശബ്ദം പോലെ ഉണ്ടാവുകയുള്ളൂ, അതിനോട് പോലും ഓവർ സെൻസിറ്റീവാണ്. ഇത്തരം ഓവർ സെൻസിറ്റീവ്നെസ് വളരെ പഴയ കാലം മുതലേ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുകയും ഭിഷഗ്വരന്മാർ, ഇന്നത്തെ ഇന്ത്യയിലാണെങ്കിൽ ആയുർവേദ വൈദ്യന്മാർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സാഹിത്യകൃതികളിൽ നിന്നാണ്. സാഹിത്യകൃതികളിൽ ചരിത്രത്തിന് അംശം വരും. കഥാസരിസാഗരത്തിൽ ഇങ്ങനത്തെ ചില കഥകളുണ്ട്. എൻ്റെ കഥാപാത്രങ്ങളുടെ പേര് ഞാൻ മറന്നുപോയി. അതിൽ ഒരു 3 സഹോദരന്മാരോ മറ്റോ ആണ്. ഒരാൾ മണത്തോട് വല്ലാതെ സെൻസിറ്റീവാണ്. അയാൾക്ക് പുതക്കാൻ കൊടുത്ത കമ്പിളിയിൽ ആ കമ്പിളി രോമത്തിൽ നിന്നും അയാൾ ആ ഏത് ആടിൽ നിന്നാണോ ആ കമ്പിളി മുറിച്ചെടുത്തത് ആ ആടിൻ്റെ മണം അയാൾ മനസ്സിലാക്കി, ആ ആടിനെ അയാൾ മനസ്സിലാക്കി. വേറൊരാൾ സ്പർശനത്തോട്, കാഴ്ചയോട്, ആ കാഴ്ചയിൽ നിന്നും അതിൻ്റെ ഒരു തലമുറ മുൻപുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ അത് എക്സാജറേറ്റഡ് ആയിരിക്കാം, എന്നാൽ പോലും അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇത്തരം സാഹിത്യകൃതികളിലും മറ്റുമൊക്കെ വരുന്നത്. ബൈ ദീസ് സർക്കംസ്റ്റാൻസസ് ദ പെയിൻസ് ആർ ഇൻക്രീസ്ഡ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ട് വേദനകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വേദനകൾ വർദ്ധിക്കുന്നു. ദ പേഷ്യൻ്റ് ബിക്കംസ് എക്സ്ട്രീംലി സെൻസിറ്റീവ് ത്രൂ ഔട്ട് ഓൾ ദ സെൻസ് ഓഫ് ദ ബോഡി. ശരീരത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളിലും അയാൾ വല്ലാതെ സംവേദനക്ഷമതയുള്ള ആളായിത്തീരുന്നു. ദ ഓവർ സെൻസിറ്റീവ്നെസ് ടു ടച്ച് ഈസ് പ്രോബബ്ലി എക്സ്റ്റൻസീവ്ലി ഇൻ ദ സ്കിൻ. ഈ സ്പർശനത്തോടുള്ള അമിത സംവേദനക്ഷമത ത്വക്കിൽ മൊത്തത്തിലുണ്ട്. ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഹാർട്ട് പ്രഷർ ഓഫൻ ഗിവ്സ് റിലീഫ്. ഇത് കാരണം പറയുന്നത് അമർത്തിയുള്ള മർദ്ദം റിലീഫ് കിട്ടുന്നു. റിലീഫ് കിട്ടുമ്പോൾ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ആ മർദ്ദം ചെല്ലുന്നുണ്ടല്ലോ. സ്കിന്നിന് മാത്രമായിട്ട് വരുമ്പോഴാണ് ഈ ഓവർ സെൻസിറ്റീവ്നെസ് വരുന്നത്. ജനറൽ റൂളാണ്, അതിന് എക്സെപ്ഷൻസും വരാം. ഇൻ വൺ ഹൂ ഈസ് സഫറിംഗ് ഫ്രം പെരിട്ടോണൈറ്റിസ്, ഫ്രം ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓവറീസ് ഓർ യൂട്രസ് ഓർ എനി ഓഫ് ദ അബ്ഡോമിനൽ വിസറ, ദ സ്കിൻ ഈസ് സോ സെൻസിറ്റീവ് ടു ദ ക്ലോത്തിങ് that contrivances are sometimes necessary to relieve the suffering from the touch of the bed clothing. അപ്പോൾ നമ്മുടെ ആന്തരാവയവങ്ങൾ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഉദരത്തിലെ സ്ഥലത്തിലുണ്ടാകുന്ന വീക്കം, പെരിട്ടോണൈറ്റിസ്, ഓവറീസ്, അണ്ഡാശയങ്ങൾ, ഗർഭാശയം, ആന്തരാവയവങ്ങൾ, ദഹനവ്യവസ്ഥ, ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കൊണ്ട് ഈ രോഗിയുടെ ത്വക്കാണ് വല്ലാതെ സെൻസിറ്റീവായി തീരുന്നത്. അങ്ങനെ സെൻസിറ്റീവായി തീരുമ്പോൾ ഇയാൾക്ക് വസ്ത്രത്തോട് സെൻസിറ്റീവ്നെസ്, കിടക്കയിലെ വിരികളോട് സെൻസിറ്റീവ്നെസ്. അപ്പോൾ ഇതിലൊക്കെ തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഇങ്ങനെ ആൾക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളെക്കുറിച്ച് ചില പ്രാചീന സാഹിത്യകൃതികളിൽ ചില വിവരണങ്ങളും ചില ചിത്രങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കൂട് പോലെ ശരീരത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ കൂട് ഉള്ള വേറെ ഇരുമ്പ് കൊണ്ട് അല്ലെങ്കിൽ ലോഹങ്ങൾ കൊണ്ടുള്ള ചട്ടക്കൂട്. ഈ ചട്ടക്കൂടുള്ള വേറെ അതിൻ്റെ പുറമെ വസ്ത്രം ധരിച്ചാൽ ശരീരത്തിൽ തൊടില്ല, കിടന്നു കഴിഞ്ഞാൽ കിടക്കയിൽ തൊടില്ല, ഈ ചട്ടക്കൂടിലായിരിക്കും അത് തൊടുന്നത്. ഇപ്പോൾ കാലിലൊക്കെ വീടുന്ന ചില ഫ്രെയിംസ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ മർദ്ദം മുഴുവൻ ഈ ഫ്രെയിമിലേക്ക് പോകും. കാലിൽ അസ്ഥികളൊക്കെ ഒടിയാൻ നേരത്ത് അപ്പോൾ അസ്ഥികളിലേക്ക് പോവില്ല. അതേപോലെ തൊലിയിലേക്ക് സ്പർശനമോ മർദ്ദമോ ചെല്ലാതിരിക്കാൻ വേണ്ടി ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടുന്നൊരവസ്ഥ. അതൊരു എക്സാജറേറ്റഡ് കണ്ടീഷനാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. സംതിങ് ഇൻ ദ ഫോം ഓഫ് എ ഹൂപ്പ് വിൽ ബി ഫൗണ്ട് ഇൻ ദ ബെഡ്, ഓർ ദ പേഷ്യൻ്റ് വിൽ ഹാവ് ദ നീസ് ഡ്രോൺ അപ്പ്, ഓർ വിത്ത് ദ ഹാൻഡ്സ് വിൽ ഹോൾഡ് ദ ക്ലോത്തിങ് ഫ്രം ടച്ചിങ് ദ ബോഡി. അപ്പോൾ ഈ ഹൂപ്പ് എന്ന് പറയുന്ന ഈ സാധനം ഒരു ഫ്രെയിം, ഒരു വളരെ ലോലമായിട്ടുള്ളൊരു ഫ്രെയിം, അധികം ഭാരമില്ലാത്തൊരു ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ
ശരീരത്തിൽ വസ്ത്രം ധരിക്കില്ല, പിന്നെ വസ്ത്രം തൊടില്ല. അല്ലെങ്കിൽ ഈ വസ്ത്രം ശരീരത്തിൽ തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് വിരലുകൊണ്ടിങ്ങനെ ഈ വസ്ത്രത്തെ ഇങ്ങനെ അകറ്റിപ്പിടിക്കും ശരീരത്തിൽ നിന്ന്. അതൊക്കെ സെൻസിറ്റീവാണ്. ദ ഓർഡിനറി വെയിറ്റ് ഓഫ് ദ ഹാൻഡ് മേ ബ്രിങ് ഔട്ട് സോർനെസ് ദാറ്റ് ഈസ് ഇൻ ദ അബ്ഡമൻ. അപ്പോൾ കൈ കൊണ്ടുള്ള ഭാരം, കൈവെക്കുമ്പോൾ കൈ കൊണ്ടുള്ള ഭാരം തന്നെ അടിവയറിന് സോർനെസ് ഉണ്ടാക്കുന്നു, നൊമ്പരം ഉണ്ടാക്കുന്നു. വിച്ച് ഈസ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് സോർനെസ്. അത് വളരെ വ്യത്യസ്തമായ സോർനെസ് ആണ്. whereas the clothing touching the abdomen only brings out the oversensitive skin. അപ്പോൾ കൈവെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നൊമ്പരം അല്ല, വസ്ത്രം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഓവർ സെൻസിറ്റീവ്നെസ്സും ആ ഒരു വേദനയും. ദ മിയർ ടച്ച് ഓഫ് ദ സ്കിൻ വിത്ത് ദ ഫിംഗർ ഓർ ഹാൻഡ് ഈസ് അൺബെയറബിൾ. വെറുതെ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന, കൈവെക്കുമ്പോൾ ഭാരം കൊണ്ടുണ്ടാകുന്ന വേദനയല്ല, വെറുതെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷറല്ല അവിടെ വരുന്നത്. വെയിറ്റോ അതുകൊണ്ടുള്ള പ്രഷറോ അല്ല വിഷയം, മിയർ ടച്ചാണ് അവിടുത്തെ ഈ ലാക്സിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം. അത് അസഹനീയമാണ്. ദർ ആർ മെനി ഇൻഫ്ലമേറ്ററി ആൻഡ് കൺജസ്റ്റീവ് കണ്ടീഷൻസ് ഓഫ് ദ ഐസ്. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വീക്കങ്ങളും നീർക്കെട്ടുകളും ഒക്കെ ഉണ്ട്. ദ ഐ സിംറ്റംസ് ആർ വേഴ്സ് ആഫ്റ്റർ സ്ലീപ്പ്. അപ്പോൾ ലാക്സിൻ്റെ പൊതു വിഷയം കണ്ണിനും ബാധകമാണ്. ഉറക്കം കഴിയുമ്പോൾ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കും. ആൻഡ് ദ ഐസ് ആർ ഓവർ സെൻസിറ്റീവ് ടച്ച് ആൻഡ് ലൈറ്റ്. കണ്ണ് സ്പർശനത്തോടും പ്രകാശത്തോടും വല്ലാതെ ഓവർ സെൻസിറ്റീവ് ആവുന്നു. വിത്ത് ഐ സിംറ്റംസ് വി ഹാവ് ഹെഡേക്സ് ബിക്കോസ് ദ ബ്രെയിൻ ആൻഡ് ഐസ് ആർ സോ ക്ലോസ്ലി അസോസിയേറ്റഡ്. കണ്ണുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ തലവേദനയും വരും. കാരണം കണ്ണും തലച്ചോറും വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന അവയവങ്ങളാണ്. കാഴ്ച അറിയുന്നത് തലച്ചോറിലൂടെയാണല്ലോ. In the sore throats, when the spatula or tongue depressor happens to touch the wall of the throat, the tonsil or the root of the tongue, there is a feeling as if ice would be pressed out. ഇത് മറ്റൊരു അസാധാരണ ലക്ഷണം. ഈ നാവ് തൊണ്ടയൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ടങ് ഡിപ്രസറോ സ്പാറ്റിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന കണ്ണിലാണ്. കണ്ണ് പുറത്തേക്ക് തള്ളി വരും. വയലന്റ് പെയിൻ ഇൻ ദ ഐസ് ഫ്രം ടച്ചിങ് ദ ത്രോട്ട്. തൊണ്ടയെ തൊടാൻ നേരത്ത് കണ്ണിൽ വല്ലാത്ത വേദന. തൊണ്ടയും കണ്ണുമായിട്ടൊരു ബന്ധം. ലാക്സിസ് ഈസ് എ ഗ്രേറ്റ് ജോണ്ടീസ് മെഡിസിൻ. മഞ്ഞപ്പിത്തത്തിന് വളരെ ഉപകരിക്കുന്ന ഒരു ഔഷധമാണ് ലാക്സിസ്. ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസസ് മച്ച് ഡിസ്റ്റർബൻസസ് ഇൻ ദ ലിവർ. കാരണം കരളിൽ വല്ലാത്ത പ്രയാസങ്ങൾ, വല്ലാത്ത പ്രശ്നങ്ങൾ ലാക്സിസ് ഉണ്ടാക്കുന്നുണ്ട്. യെല്ലോനെസ് ഓഫ് ദ സ്കിൻ ആൻഡ് വൈറ്റ്സ് ഓഫ് ദ ഐസ്. ത്വക്കിൽ മഞ്ഞനിറം ഉണ്ടാക്കുന്നു, കണ്ണിലെ വെള്ള ഭാഗത്ത് മഞ്ഞനിറം ഉണ്ടാക്കുന്നു. ആൻഡ് തിക്കനിങ് ഓഫ് ടിഷ്യൂസ് അബൌട്ട് ദ ഐസ്. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കലകളിൽ ടിഷ്യൂസിൽ കട്ടിപ്പുണ്ടാക്കുന്നു, തിക്കനിങ് ഉണ്ടാക്കുന്നു. ഫിസ്റ്റുല ലാക്രിമാലിസ്. ഈ കടക്കണ്ണും ത്വക്കുമായിട്ട് ചേരുന്ന പ്രദേശങ്ങളിൽ ഒരു മുഴം പോലെ ഉണ്ടാകുന്ന അവസ്ഥ, ഫിസ്റ്റുല ലാക്രിമാലിസ്, വിച്ച് ഈസ് അക്കമ്പനിഡ് ബൈ ലോങ് സ്റ്റാൻഡിങ് ഇറപ്ഷൻസ് അബൌട്ട് ദ ഫേസ്. മുഖത്ത് ദീർഘകാലമായിട്ടുള്ള ഇറപ്ഷനോട് ബന്ധപ്പെട്ടാണ് ഈ കണ്ണിലുണ്ടാകുന്ന പ്രശ്നം. ഓവർ സെൻസിറ്റീവ്നെസ് ഓഫ് ദ മീറ്റസ് ഓഡിറ്റോറസ് എക്സ്ട്രീമസ്. ബാഹ്യകരണത്തിൽ വല്ലാതെ ഓവർ സെൻസിറ്റീവ്നെസ്. എനിത്തിങ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദ കനൽ ഓഫ് ദ ഇയർ വിൽ കോസ് വയലന്റ് സ്പാസ്മോഡിക് കോഫിംഗ് ആൻഡ് ടിക്ലിംഗ് ഇൻ ദ ത്രോട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ നാവും കണ്ണുമായിട്ടുള്ള ഇത് ബന്ധം പറഞ്ഞു. അതേപോലെ ഇവിടെ ചെവിയും തൊണ്ടയുമായിട്ടുള്ള ബന്ധം. ചെവിയിലെ ആ ദ്വാരത്തിൽ എന്തെങ്കിലും ഇടുകയോ സ്പർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വരുന്നത് തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ട വല്ലാതെ വലിച്ചു പോച്ചലൊക്കെ ഉണ്ടാകുന്ന വിധത്തിലുള്ള ചുമയാണ്. സോ സെൻസിറ്റിവിറ്റി ഈസ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ ഇയർ ദാറ്റ് എ വയലന്റ് കോഫ് ലൈക്ക് വൂപ്പിംഗ് കോഫ് വിൽ കം ഓൺ ഫ്രം ടച്ചിങ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ ഇയർ. അപ്പോൾ ചെവിയിലെ ശ്ലേഷ്മസ്തരങ്ങൾ, മ്യൂക്കസ് മെംബ്രെയിനാണ് വല്ലാതെ സെൻസിറ്റീവ് ആകുന്നത്. അവിടെ ചെറിയൊരു സ്പർശം ഉണ്ടായി കഴിഞ്ഞാൽ ഈ റിഫ്ലക്സസിൽ വല്ലാതെ ഓവർ സെൻസിറ്റീവ്നെസ് ഉണ്ടാക്കുന്നതുകൊണ്ട് വൂപ്പിംഗ് കഫ് പോലും, സാധാരണ ചുമയല്ല, വല്ലാത്ത ചുമ പോലെ പോലും വൂപ്പിംഗ് കഫ് പോലും ഉണ്ടാകുന്നു. വിത്ത് ദ ഹിയറിംഗ് ദർ ഈസ് ദ സെയിം ഓവർ സെൻസിറ്റീവ് ദാറ്റ് വി ഹാവ് സ്പോക്കൺ ഓഫ് എൽസ്വെയർ. ചെവിയുമായിട്ട് ബന്ധപ്പെട്ടും ഇതേ, കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടും ഇതേ ഓവർ സെൻസിറ്റീവ് ഉണ്ട്. The eustachian tube becomes closed with a catarrhal thickening stricture of the eustachian tube.
യൂസ്റ്റേഷൻ ട്യൂബിൽ എന്തെങ്കിലും തിക്നെസ് ഉണ്ടാകുന്നതുകൊണ്ട് തടസ്സം അത് അടഞ്ഞു പോകുന്നു. അപ്പോൾ ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങൾ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ഉണ്ടാകുന്നു ഈ സെൻസിറ്റീവ്നെസ് കൊണ്ട്. അത്രയ്ക്ക് സെൻസിറ്റീവ് ആകുന്നതുകൊണ്ട് ആ ഒരു സ്പർശം ഉണ്ടാകുന്ന ഭാഗത്തല്ല, മറ്റൊരു ഭാഗത്ത്, എല്ലാ ഭാഗങ്ങളും നാഡീവ്യവസ്ഥകൾ വഴി ബന്ധപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ടിപ്പിക്കലായിട്ടുള്ള സെൻസിറ്റീവ്നെസ്സാണ് ലാക്രിസിലുള്ളത്. വളരെ ശ്രദ്ധാപൂർവം പരിഗണിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തെറ്റുകൾ സംഭവിച്ചിട്ടുള്ള പലർക്കും ശരിയായ രീതിയിൽ ആ സെൻസിറ്റീവ്നെസ്സിൻ്റെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഔഷധം കണ്ടെത്തി ലാക്രിസിസ് കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നിരവധി വിലപ്പെട്ട വിവരങ്ങൾ തുടർന്നും വരുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡുകൾ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.